അസ്സലാമു അലൈക്കും. നമ്മൾ 3 മതഗ്രന്ഥങ്ങളും പറയുന്ന ഒരു കാര്യമാണ് അന്ത്യനാളോടടുത്ത് അല്ലെങ്കിൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അക്രമങ്ങളും അനീതികളും ഏറ്റവും മോശമായ സാഹചര്യത്തിൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സത്യവിശ്വാസികളെ നന്മയിലേക്ക് തെളിയിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ യഥാർത്ഥ സത്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അഥവാ സത്യനിഷേധികളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു നേതാവിനെ അള്ളാഹു ഏർപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട്. അത് 3 മതഗ്രന്ഥങ്ങളും പറയുന്നുണ്ട്. അഥവാ അക്രമങ്ങളും അനീതി നടന്നുകൊണ്ടിരിക്കെ സൃഷ്ടാവിൻ്റെ തെളിവുകൾ പുറത്തു വരുമെന്നും അതുവഴി സൃഷ്ടാവ് നീതി നടപ്പിൽ വരുത്തുമെന്നും പറയുന്നുണ്ട്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആനിലും ബൈബിളിൽ നിന്നും ഭഗവത്ഗീതയിൽ നിന്നും മനസ്സിലാക്കാം. അപ്പം ഞാൻ വിശുദ്ധ ഖുർആനിലേക്ക് പോവാണ്. അധ്യായം 65 സൂറ തൊലാഖിൽ 10-ാമത്തെ സൂക്തം പറയുന്നത്, അള്ളാഹു അവർക്ക് കഠിന ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബുദ്ധിയുള്ളവരെ, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും. അതിൽ 11 പറയുന്നുണ്ട്, വ്യക്തമായി വിവരിക്കുന്നതായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വചനങ്ങൾ നിങ്ങൾക്ക് ഓതിത്തരുന്ന ഒരു ദൂതനെ, സത്യത്തിൽ വിശ്വസിക്കുകയും സൽക്രമങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരെ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. ഇപ്പം ഇവിടെ പറയുന്നുണ്ട് വ്യക്തമായി വിവരിക്കുന്നതായിക്കൊണ്ട് വിശുദ്ധ ഖുർആനെ. ഇപ്പോൾ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഈ ഖുർആനെ വ്യക്തമായിട്ട് നമുക്ക് വിശദീകരിച്ച് പറയാൻ യോഗ്യതയുള്ള ഒരാൾ ആരായിരിക്കും എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഇനി അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്രമം അനുഷ്ഠിക്കുകയും ചെയ്തവരെ താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളിൽ അവർ പ്രവേശിപ്പിക്കും. അതിൽ അവർ എന്നെന്നും സ്ഥിര താമസക്കാരായിരിക്കും. അവന് അള്ളാഹു ഉപജീവനം നന്നാക്കി കൊടുക്കുകയും ചെയ്യും. അതിൽ തന്നെ 12 പറയുന്നത്, 7 ആകാശങ്ങളെയും അവയെ പോലെ തന്നെ ഭൂമിയെയും സൃഷ്ടിച്ചവനാണ് അള്ളാഹു. അവയ്ക്കിടയിൽ അവൻ്റെ കൽപ്പന ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു എല്ലാ കാര്യത്തിലും കഴിവുള്ളവനാണ്. എല്ലാ വസ്തുക്കളെയും അറിവ് കൊണ്ട് അവൻ വലയം ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി. അപ്പോൾ അള്ളാഹു അക്രമം അനീതിയൊക്കെയുള്ള സമയത്ത് അള്ളാഹു ഒരു നേതാവിനെ നിശ്ചയിക്കും. അഥവാ വിശുദ്ധ ഖുർആനെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു നേതാവിനെ. ഇപ്പം എന്ത് കാര്യമായിരിക്കും? സൃഷ്ടാവ് എല്ലാ കാര്യത്തിനും സാക്ഷിയാണ്, തെളിവാണ്, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ രഹസ്യവും നമ്മൾ അറിയാൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്, എല്ലാ വസ്തുക്കളെയും അറിവ് കൊണ്ട് അവൻ വലയം ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത്, ബുദ്ധിയുള്ളവരെ, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുവിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ യഥാർത്ഥ സത്യങ്ങൾ നമ്മളെ മുന്നിൽ എത്തി വരുമ്പോൾ നമ്മൾ അതിനെ നിഷേധിക്കരുത്. ഇനി മറ്റൊന്ന്, ഭഗവത്ഗീതയിൽ അധ്യായം 4 ജ്ഞാനകർമ്മയോഗയിൽ വാക്യം 7-8 പറയുന്നത്, ഭഗവാൻ തൻ്റെ അവതാര ലക്ഷ്യങ്ങൾ എടുത്തു പറയുന്നു. സജ്ജനങ്ങളെ, ധർമ്മിഷ്ഠരെ, ഭക്തരെ സംരക്ഷിക്കുന്നതിനും ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നതിനും ധർമ്മത്തെ വീണ്ടും ഉറപ്പിക്കാനും വേണ്ടിയാണ് ഞാൻ ഓരോ യുഗത്തിലും അവതരിക്കുന്നത്. ധർമ്മ സംരക്ഷണം, ദുഷ്ടനിഗ്രഹം, ശിഷ്ടപരിപാലനം എന്നിവയിലാണ് അവതാരങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഹേ ഭാരത, എപ്പോഴെല്ലാം ധർമ്മത്തിന് തളർച്ചയും അധർമ്മത്തിന് ഉയർച്ചയും സംഭവിക്കുന്നുവോ അപ്പോഴെല്ലാം ഞാൻ സ്വയം അവതരിക്കുന്നു. ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ ഭഗവാൻ അവതരിക്കുന്നു. അപ്പം ഇവിടെ പറയുന്നത്, എപ്പോഴൊക്കെയാണോ അധർമ്മത്തിൽ പോകുന്നത്, അപ്പം അത്തരം സാഹചര്യത്തിൽ നല്ല ഭക്തരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും എന്നാലോ ദുഷ്ട ജനങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടും സൃഷ്ടാവ് സ്വയം അവതരിക്കും. അഥവാ സൃഷ്ടാവിൻ്റെ സത്യങ്ങൾ പുറത്തു വരും, നീതി നടപ്പിൽ വരുത്തും എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ബൈബിളിലേക്ക് പോകാന്നുണ്ടെങ്കിൽ യെശയ്യാ 60:2 പറയുന്നത്, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്ന നിന്റെ മേൽ കർത്താവ് ഉദിക്കും, അവൻ്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാവും. അപ്പോൾ ഭൂമിയിൽ അത്രയും മോശം സാഹചര്യം എത്തിക്കഴിഞ്ഞാൽ കർത്താവ് എന്ത് ചെയ്യും? നമ്മളെ ശരീരത്തിൽ ഉദിക്കും, അല്ലെങ്കിൽ നമ്മളെ മേൽ പ്രത്യക്ഷമാവുന്നു. അഥവാ നമ്മളെ ശരീരത്തിലും നമുക്ക് പുറത്തും സൃഷ്ടാവിൻ്റെ തെളിവുകൾ പുറത്തു വരും. അപ്പം അതുവഴി സൃഷ്ടാവ് നീതി നടപ്പിൽ വരുത്തുമെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി യെശയ്യാ 66:14 പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ കൈകൾ ദാസന്മാർക്ക് വെളിപ്പെടും, അപ്പം ശത്രുക്കളോടായിരിക്കും അവൻ ക്രോധം കാണിക്കാന്ന്. അപ്പം ഇത് തന്നെയാണ് നമ്മൾ ഭഗവത്ഗീതയിലും പറഞ്ഞത്. കാരണം സൃഷ്ടാവിൻ്റെ തെളിവ് വന്നു കഴിഞ്ഞാൽ കൂടെ എന്ത് വരും? അത് വിശ്വസിക്കാത്ത സത്യനിഷേധികളായ ദുഷ്ടഹൃദയങ്ങളുള്ള ആളുകൾക്ക് ശിക്ഷയും വന്നെത്തും.
അപ്പൊ ഈ രണ്ട് മതഗ്രന്ഥവും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇതേ കാര്യം തന്നെയാണ് ഫുസ്സിലത്ത് 41-53 പറയുന്നത്. ഈ ഖുർആൻ സത്യമാണെന്ന് അവർക്ക് വ്യക്തമാക്കത്തക്കവണ്ണം വിവിധ ദിക്കുകളിലും അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ നാം അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. നിന്റെ രക്ഷിതാവ് ഏത് കാര്യത്തിനും സാക്ഷിയാണ് എന്നത് തന്നെ മതിയായതല്ലേ. തീർച്ചയായും അവൻ ഏതൊരു വസ്തുവിനെയും വലയം ചെയ്തിട്ടുള്ളവനാവുന്നു. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതും തൊലാഖ് എന്നുള്ള അധ്യായത്തിൽ പറഞ്ഞത്. കാരണം സൃഷ്ടാവ് എല്ലാത്തിനെയും വലയം ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യം അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടുള്ള സത്യം നിങ്ങൾക്ക് വെളിപ്പെടും എന്ന് പറയുന്നത്.